ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് അർജന്റീൻ ലീഗിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ ബൊക്ക ജൂനിയേഴ്സും അതുപോലെ തന്നെ റൊസാരിയോ സെൻട്രലും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഈ മത്സരത്തിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 20ാമത്തെ മിനിറ്റിൽ ബറ്റാഗ്ലിയ ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി ഗോൾ നേടി. പക്ഷേ 4 മിനിറ്റിന് ശേഷം ഏഞ്ചൽ ഡി മരിയയുടെ ഒരു തകർപ്പൻ ഗോൾ പിറക്കുകയായിരുന്നു. സമനില ഗോളാണ് പിറന്നത്. അതായത് ഒരു ഒളിമ്പിക് ഗോളാണ് ഡി മരിയ നേടിയിട്ടുള്ളത്. ഡയറക്റ്റ് കോർണർ കിക്കിൽ നിന്നും അദ്ദേഹം ഗോൾ നേടുകയായിരുന്നു. അങ്ങനെയാണ് റൊസാരിയോ സെൻട്രൽ ഈ മത്സരത്തിൽ സമനില പിടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഏഞ്ചൽ ഡി മരിയയും അതുപോലെ തന്നെ ലിയാൻഡ്രോ പരേഡസും. ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു മത്സരമായിരുന്നു ഇത്. കാരണം നിലവിൽ പരേഡസ് ബൊക്ക ജൂനിയേഴ്സിന്റെ താരമാണ്. അവർ മത്സരത്തിന് മുന്നേയും അതിനുശേഷവും ഒക്കെ സ്നേഹപ്രകടനം നടത്തിയിട്ടുണ്ട്. രണ്ടുപേരും ജേഴ്സി ഒക്കെ കൈമാറിയിട്ടുണ്ട്. പക്ഷെ കളിക്കളത്തിൽ ആ ഒരു സൗഹൃദ ബന്ധം ഇല്ലായിരുന്നു. ചില ഫൗളുകളൊക്കെ ഏഞ്ചൽ ഡി മരിയയ്ക്ക് പരേഡസിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഡി മരിയയും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഡി മരിയ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കളിക്കളത്തിൽ അദ്ദേഹത്തിന് സുഹൃത്ത് ബന്ധമൊന്നും ഇല്ല എന്നാണ് പരേഡസിനെ കുറിച്ച് ഡി മരിയ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പരേഡസിൽ നിന്നും കുറച്ച് ചവിട്ടുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഞാൻ അങ്ങോട്ട് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എതിരാളി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഏവരെയും ഭയപ്പെടുത്തുന്ന ഒരു താരമാണ് അദ്ദേഹം. കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവന് സുഹൃത്ത് ബന്ധം ഒന്നുമില്ല. ഇതാണ് പരേഡസിനെ കുറിച്ച് ഇപ്പോൾ ഡി മരിയ പറഞ്ഞിട്ടുള്ളത്. അർജന്റീന ദേശീയ ടീമിൽ ഒരുപാട് കാലം ഒരുമിച്ച് കളിച്ച രണ്ട് താരങ്ങളാണ് പരേഡസും അതുപോലെ തന്നെ ഡി മരിയയും. അതേസമയം PSG-യിലും ഇരുവരും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് അർജന്റീന ദേശീയ ടീമിൽ നിന്നും ഡി മരിയ വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.